Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള വിഷയമാണല്ലോ. ആ ചർച്ചയിൽ നമ്മളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു. നമ്മുടെ ഭവനവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ഈ പ്രതിബദ്ധത ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ കണ്ടു. തുടർന്ന് സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ പ്രതിബദ്ധത എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ തുടർച്ചയെന്ന വണ്ണം ഈ ആഴ്ചത്തെ ചർച്ചയിലും സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള ആ വിഷയത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതത്രേ. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുവാൻ വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ വിൽസൺ റിക്കി, Department of English, Devagiri College. Professor Rachel, Department of English, Devagiri College. Professor Jose John, HOD, Department of Chemistry, Devagiri College. Mr. Jiju Varghese, Motivation Speaker, Trainer and Radio Jockey. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. സാമൂഹിക പ്രതിബദ്ധത നമ്മൾ പ്രകടമാക്കേണ്ട മേഖലകൾ ഏതൊക്കെയാകുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മളോട് തന്നെ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ കടമകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാൻ പറ്റും. നമ്മൾ ഒരു കാര്യത്തിനോട് അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ്ലി ഉറച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് സോഷ്യലി ഇറസ്പോൺസിബിൾ ആകാൻ മറ്റുള്ളവരെ എനിക്കൊരു വില തന്നെങ്കിൽ എനിക്ക് എന്നിലുള്ള വിലയും കണ്ടെത്താനൊക്കെ. എത്രത്തോളം ഒരു കുട്ടി ചെറുപ്പം മുതൽ അത്രയും അധികം റിലേഷൻസിൻ്റെ ഇടയിൽ വളരുന്നു, കുടുംബ ബന്ധങ്ങളുടെ ഒരു വില ആ കുട്ടിക്ക് മനസ്സിലാവുന്നു. ഭവനത്തിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു തുടങ്ങിയാൽ അതാണ് പിന്നീട് അയൽവക്കങ്ങളിലേക്ക് സമൂഹത്തിലേക്കും വ്യാപിക്കുന്നത്. പൊതുവെ നമ്മളെക്കുറിച്ചൊരു പറച്ചിലുണ്ട്, നമ്മളെല്ലാം നല്ല വൃത്തിയുള്ളവരാ. മലയാളികളൊക്കെ വളരെ വൃത്തിയുള്ളവരാ. 2 നേരം കുളിക്കും, എല്ലാം നല്ല ഡ്രസ്സ് ചെയ്യും, വളരെ വൃത്തിയുള്ളവരാ. പക്ഷേ മലയാളികൾ ഒരിക്കലും അവരുടെ പൊതുസ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ല. ഏറ്റവും വൃത്തികേടായിട്ട് പൊതുസ്ഥലങ്ങൾ സൂക്ഷിക്കുന്നത് മലയാളികൾ. ഈ ഒരു വലിയ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കുക, പറഞ്ഞാട്ടെ. പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇവിടെ സ്പിറ്റ് ചെയ്യരുത് എന്ന് എഴുതി വെച്ച ബോർഡിൽ തന്നെ നോക്കി സ്പിറ്റ് ചെയ്യുന്ന മലയാളികളുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നൊരു കാര്യം അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് മലയാളികൾക്ക് പലപ്പോഴായിട്ടുണ്ടാകുന്നത്. ജിജു സാർ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഈ മലയാളികളുടെ ഒരു പ്രത്യേക ടെൻഡൻസിയാണ് എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് അവർ ചെയ്തിരിക്കുമെന്നുള്ളത് അല്ലേ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചങ്ങ് പറഞ്ഞാൽ പോരെ, ഇവിടെ തുപ്പ് എന്ന് പറഞ്ഞാൽ പോരെ, അപ്പോൾ അവിടെ തുപ്പാതിരിക്കത്തില്ലയോ? ഇവിടെ പാർക്ക് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാതിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം വിപരീതമായി ചെയ്യുന്നെന്ന് വരും. നമുക്ക് അങ്ങനെ ഒരു ബോർഡൊന്ന് എഴുതി മാറ്റി വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ഏതായാലും നമുക്കൊന്ന് നോക്കാം ഇത് മലയാളിയുടെ സാർ എന്തോ പറയുന്നു, ഈ പൊതുസ്ഥലം നീറ്റായിട്ട് സൂക്ഷിക്കുന്നതിന് നമ്മളൊരു സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് നമ്മളിപ്പോൾ പിമ്പിലാണോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ സാറിൻ്റെ അഭിപ്രായം. വളരെയധികം ഞാൻ യോജിക്കുന്നു. ഈ കുട്ടി പറഞ്ഞ എൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പൊതുസ്ഥലങ്ങൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട കടമ നമ്മുടെ തന്നെയാണ്. ബിക്കോസ് ഈ APJ അബ്ദുൽ കലാം ആസാദ്, വണ്ടർഫുൾ പേഴ്സൺ, പുള്ളിക്കാരൻ പറഞ്ഞത്, ഇഫ് യു വോണ്ട് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ ദ വേൾഡ്, ഫസ്റ്റ് ബ്രിങ് ദ ചേഞ്ച് ഇൻ ദ ഫാമിലി, then in the lane that you are living, then the village, the town, the city, അങ്ങനെ പോയി കഴിഞ്ഞാൽ you can change the world. ആ ഒരു ചിന്ത നമ്മൾ വളരെയധികം
നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, ഈ പൊതുസ്ഥലവും എൻ്റെ വീടാണെന്നുള്ളൊരു കരുതൽ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രീറ്റ് എൻ്റെ സ്ട്രീറ്റ് ആണെന്നുള്ളൊരു കരുതൽ വന്നു കഴിഞ്ഞാൽ, ഈ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കൂടിനകത്താക്കി രാത്രി സമയത്ത് പോയി കാണുന്ന സ്ഥലത്ത് എറിയുവാനുള്ള ഒരു പ്രവണത, അല്ലെ ഒരു ബിഹേവിയറൽ ടെൻഡൻസി നമുക്ക് തന്നെ മാറ്റാനുള്ള ഒരു ശ്രമം ചെയ്യാൻ നോക്കും. എനിക്കറിയാമെന്ന് വെച്ചാൽ ഒരു ലെയിനിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നടന്ന് ഞാൻ അറിയുന്നു. കുറേ കോളേജിലെ പിള്ളേർ കൂടി, ആ ലെയിനിൽ താമസിക്കുന്ന പിള്ളേരെല്ലാവരും കൂടി അവിടെ ഒരു പൊതുസ്ഥലം ഉണ്ടാക്കി, അവിടെ ഒരു ഗാർബേജ് ഡിസ്പോസൽ സ്കീം ഉണ്ടാക്കി. ആ സ്കീം ആദ്യമായിട്ട് വർദ്ധിച്ചേച്ച് പിന്നെ വന്ന് ആ സ്ട്രീറ്റ് ലൈറ്റ്സ് മുഴുവൻ തന്നെ ലൈറ്റ് ചെയ്യാനുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി. വെച്ചാൽ വീട്ടിൽ വരുന്ന മലിനീകരണങ്ങളെല്ലാം അവിടെ ശേഖരിച്ച് അതും കൊണ്ട് ബയോഗ്യാസ് ക്രിയേറ്റ് ചെയ്ത് LED ലൈറ്റ്സിൻ്റെ ഒരു സ്ട്രീറ്റ് തന്നെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു. സോ അങ്ങനത്തെയൊക്കെ കുറേ നല്ല പ്രൊജക്ട്സ് ഈ കാണുന്ന കുട്ടികളൊക്കെ എടുത്തിട്ടാൽ ഐ എം ഷുവർ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററസിയിൽ എങ്ങനെ 1ാം നമ്പർ ആയിട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ ക്ലീൻനെസ്സിലും ആ റീയൂസ് ഓഫ് വേസ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് ഇറ്റ് ഇൻ ടു സംതിങ് വിച്ച് ഇസ് പവർഫുൾ എന്ന് ചെയ്യാനൊക്കും എന്ന് എൻ്റെ വിശ്വാസം. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഈ ഉദാഹരണത്തിലൂടെ സാറ് വ്യക്തമാക്കി. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കോളേജുകൾ, സ്കൂളുകൾ, പൊതുസ്ഥാനങ്ങളൊക്കെ ഈ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തൽപരരാണോ? അങ്ങനെ ഒരു ട്രെയിനിങ് കോളേജിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നുണ്ടോ? സാറിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ. തീർച്ചയായിട്ടും. ഉദാഹരണമായിട്ട് ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് ആ ലബോറട്ടറി ഒന്ന് തുടപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ അത് ഡയറക്റ്റാക്കാൻ തോന്നുകയില്ല. നമ്മളുടെ ക്യാമ്പസിൽ നമ്മൾ എല്ലാ വർഷവും ക്യാമ്പസ് ക്ലീനിങ് വയ്ക്കാറുണ്ട്. കുട്ടികൾ തന്നെയാണ് അത് പെറുക്കി വൃത്തിയാക്കുന്നത്. ഓരോ വർഷത്തെ ക്യാമ്പസ് ക്ലീനിങ് കഴിയുമ്പോഴും അടുത്ത വർഷം അതിൻ്റെ പകുതി സാധനം പോലും ക്ലീൻ ചെയ്യാനുണ്ടാവില്ല. കുട്ടികൾ ആ സാധനങ്ങൾ എവിടെയാണോ ഇടേണ്ടത് ആ സ്ഥലം അന്വേഷിച്ച് അവിടെ കൊണ്ടിടും. അത് ഒരു തവണ സ്വയം അത് ക്ലീൻ ചെയ്യുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലബോറട്ടറി, ഇപ്പം ഞങ്ങളുടെ ക്ലാസ് റൂംസ്, കുട്ടികളുടെ ക്ലാസ് റൂംസ്, കുട്ടികൾ തന്നെയാണ് അത് ക്ലീൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് അവരത് വൃത്തിയേടാക്കില്ല. അവർക്ക് വൃത്തിയേടാക്കാൻ തോന്നുന്നില്ല, കാരണം അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്കറിയാം. അപ്പം അത്തരം ഒരു ട്രെയിനിങ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ലഭിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതി എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്താലെന്ത് എന്നുള്ളൊരു ചിന്തയാണ്. ഇത് അമർത്യ-സെൻ്റെ ഒരു ചിന്താഗതികൾ. അമർത്യ-സെൻ്റെ ഒരു ചെറിയ കഥയുണ്ട്, കുഞ്ഞു കഥ. ഒരു കാടിന് തീ പിടിച്ചു. എല്ലാ മൃഗങ്ങളും തീയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തീ പുറകെ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു കുരുവി, ഒരു അടയ്ക്കാക്കുരുവി, അത് തീയുടെ നേരെ പറന്നു പോകുന്നു. അപ്പോൾ മറ്റു മൃഗങ്ങളൊക്കെ ചോദിച്ചു, ഈ കാട് കത്തിയിരിക്കുകയല്ലേ, നീ അങ്ങോട്ട് പോയാൽ നീ എന്ത് കാട്ടാൻ വേണ്ടി പോവാണ്, വേഗം ഓടി രക്ഷപ്പെട്ടോ. അപ്പോൾ ഈ കുരുവി പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ കുറച്ച് മുമ്പേ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് ഈ കാട്ടിലെ തീയിലൊഴിച്ച് തീ കെടുത്താൻ വേണ്ടി. മറ്റു മൃഗങ്ങൾ ചോദിക്കുന്നു, ഈ വലിയ തീയിൽ നിൻ്റെ കൊക്കിനകത്തെ കുഞ്ഞ് തുള്ളി വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം അടയ്ക്കാക്കുരുവി പറയുന്നു, എനിക്ക് ഒരു തുള്ളി വെള്ളമേ ഇതിൽ ഒഴിക്കാൻ പറ്റൂ, അത് ഞാൻ ഒഴിച്ചിരിക്കും. ഈ കാട് എൻ്റേതാണ്, ഇത് നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്യും. ഇതുപോലെയാണ് നമ്മളെല്ലാവരും വേസ്റ്റ് എറിയുന്നു എന്നതുകൊണ്ട് ഞാൻ എറിയുന്നു എന്നൊരു മനോഭാവം ഒരിക്കലും ശരിയല്ല. ഈ സാറ് പറഞ്ഞ ഈ ഒരു മനോഭാവം, എല്ലാവരും ഇത് ചെയ്യുന്നു, ഞാനും അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇത് പറഞ്ഞാൽ. തീർച്ചയായും അതെ. മലയാളിയുടെ വൃത്തിബോധം വളരെ പ്രസിദ്ധമാണ്. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ശരീരവും സ്വന്തം വീടും വൃത്തിയായിട്ട് സൂക്ഷിക്കും. വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുമോ? അതെ, അതുകൊണ്ടാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കാതെ തൊട്ടടുത്തവന്റെ പറമ്പിലേക്കോ അല്ലെങ്കിൽ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് എഴുതി വെച്ച ബോർഡിന്റെ ചോട്ടിലേക്കോ തന്നെ കൊണ്ടിടാൻ നമുക്ക് കഴിയും. മാലിന്യം ഉണ്ടാകുന്നിടത്ത് തന്നെ സംസ്കരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഇത്രത്തോളം വൃത്തികേടാവുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മാലിന്യം അത് മറ്റൊരാൾക്കൂടെ ബാധ്യതയാവുന്ന തരത്തിൽ മാറുന്നുണ്ട്. അതായത് മറ്റൊരുവനെ കുറിച്ചുള്ള കൺസേൺ എനിക്കില്ല, അവൻ ഇതെന്തുമാത്രം ഉപദ്രവം ഉണ്ടാക്കുന്നു, വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത എനിക്കില്ല. നമ്മളെ നേരിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കൂ. ഞാൻ എൻ്റെ കാര്യം, എൻ്റെതൊക്കെ വൃത്തിയായിട്ടിരിക്കണം, നിനക്ക് എന്നോ സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു മനോഭാവമാണ് സാധാരണ ആളുകളുടെ ഇടയിൽ വളർന്നു വരുന്നതെന്ന് ഈ തരുണത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജപ്പാനിൽ നിന്ന് ഇന്ത്യ സന്ദർശിക്കാൻ വന്ന 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ബിരിയാണി അവിടെ വിൽക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിച്ചു. ഈ 2 ജപ്പാൻകാരും ഓരോ ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ബിരിയാണി ഭക്ഷണം കഴിച്ചു, ജപ്പാൻകാർ പകുതി ഏകദേശം ഭക്ഷിച്ചു.
ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളത് അവരിങ്ങനെ ചുരുട്ടി അവർ കിടന്ന ഈ തലയോണയുടെ ആ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്നാ വൃത്തികെട്ട മനുഷ്യരാ, ഈ ബിരിയാണി പകുതി ഇങ്ങനെ മാറ്റി വെച്ചേച്ച് ഇനി അടുത്ത പ്രാവശ്യം ഇനി ഇത് തന്നെ എടുത്ത് കഴിക്കാനായിരിക്കും, പൈസ ലാഭിക്കാനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇവരിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ബിരിയാണി ബാക്കി വന്ന വേസ്റ്റ് എവിടാ കളയേണ്ടതെന്ന് ചോദിച്ചു, എവിടാ ഇടേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വളരെ ഈസി ആയിട്ട് ആ ട്രെയിനിൻ്റെ ആ വിൻഡോ അങ്ങോട്ട് പൊക്കി വെച്ച് എൻ്റെ ബിരിയാണി പാക്കറ്റ് ഞാൻ വെളിയിലോട്ട് എറിഞ്ഞ് കാണിച്ചു, ഇതുപോലെ അങ്ങ് എറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അവരിരുന്ന് ചിരിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ ബിരിയാണിയുടെ ബാക്കി അല്ലെങ്കിൽ വേസ്റ്റ് ട്രെയിനിൽ നിന്ന് വെളിയിലോട്ട് എറിയുന്ന ഒരു ശീലം അവർക്കില്ല. ഞാൻ വളരെ ലജ്ജിച്ചു പോയി. ഈ ട്രെയിനിൽ നിന്ന് അവരിറങ്ങിയ സമയത്ത് എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നോക്കി. അവർ ഈ വേസ്റ്റിൻ്റെ പാക്ക് എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടപ്പോൾ അതിനകത്ത് അവരിട്ടു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ട്രെയിനിൽ നിന്ന് ഒരു മലിന വസ്തുക്കളും ഞാൻ വെളിയിലോട്ട് എറിഞ്ഞ് കളയുകയില്ല. ജപ്പാൻകാർ വരണമായിരുന്നു എന്നെ ഇത് പഠിപ്പിക്കാനായിട്ടല്ലേ. നമുക്കിവിടെ പഠിക്കാൻ ഒക്കാത്ത സംഗതികളാണോ ഇതൊക്കെ? വല്ല ദേശത്ത് നിന്ന് ആളുകൾ വരണോ നമ്മുടെ ദേശം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനായിട്ട്? അത് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വൃത്തിയായിട്ട് സൂക്ഷിപ്പാൻ നമ്മെ കൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു ഇദ്ദേഹത്തിന് അതിനോട് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഇല്ല, നമ്മളെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെയും ഒരേപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് എനിക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വല്ലതും ഉണ്ടോ സമൂഹത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട്? തീർച്ചയായും നമ്മൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ ഇത് പൊതുസ്ഥലത്തേക്കൊന്നും വലിച്ചെറിയാതെ, അതായത് എൻ്റെ മാലിന്യം മറ്റുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായി തീരുമെന്നുള്ളൊരു ഉൾക്കാഴ്ച വരുമ്പോൾ ഈ മാലിന്യം ശരിയായ രീതിയിൽ എവിടെയാണ് സംസ്കരിക്കേണ്ടതെന്നുള്ള ഒരു ചിന്തയും ആലോചനയും എൻ്റെ മനസ്സിലുണ്ടാകുമെന്നാണ് പറഞ്ഞല്ലേ? ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാം. പറഞ്ഞോ. ഞാനിപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ റൂം വൃത്തിയാക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധമുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഡിഗ്രി പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ഹോസ്റ്റലിലായി. അപ്പം എൻ്റെ ഹോസ്റ്റൽ റൂമിൽ എന്നെ കൂടാതെ വേറെ കുട്ടികളുണ്ട്. അപ്പം എനിക്കൊരു തോന്നൽ, അത് എൻ്റെ ഒരു ഈ റൂം വൃത്തിയാക്കേണ്ടത് എൻ്റെ മാത്രം ഒരു കടമയല്ല. അപ്പം അത് ഞാൻ മാത്രം ചെയ്താൽ പോരാ, അവരും ചെയ്യട്ടെ, ആ ഒരു ചിന്ത. അതുപോലെ തന്നെ ഇപ്പം പൊതുസ്ഥലത്ത് നമ്മൾ വൃത്തിയാക്കാൻ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തോന്നൽ ഓരോരുത്തരിൽ ഉണ്ടാവുമ്പോഴാണ് പൊതുസ്ഥലങ്ങളൊക്കെ വൃത്തിയായി തുടങ്ങുള്ളൂ. ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 പേര് നിങ്ങളൊരു മുറി താമസിക്കുകയാണെന്ന് വരികിൽ ഞാൻ മാത്രം ഇത് വൃത്തിയായിട്ട് ഇടേണ്ട കാര്യം എന്നാ? അവർ കൂടെ അങ്ങോട്ട് ചെയ്താൽ പോരെ. ഈ ചിന്താഗതിയാണോ നമ്മുടെ സമൂഹത്തിൽ മലിനത ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം? അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്, നമ്മുടെ വീട്ടിലൊക്കെ അച്ഛൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ 2 നേരം കുളിക്കും, നമ്മുടെ വീട് നന്നാക്കണം, നമ്മുടെ സ്ഥലം നന്നാക്കണം, എല്ലാം നമ്മുടെയാണ്. ഈ പൊതുസ്ഥലം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പം പൊതുസ്ഥലം സർക്കാരിൻ്റെയാണ്. സർക്കാർ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ചില ആൾക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കിക്കോളും. ഇപ്പം നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോവാണ്, അപ്പം എൻ്റെ കൂടെയുള്ളൊരു കുട്ടി തന്നെ പ്ലാസ്റ്റിക് മിഠായി കഴിച്ച് കഴിഞ്ഞിട്ട് നിലത്തിടാണ്. അപ്പോൾ ഇത് എടുക്കുന്നില്ലെന്ന് വെച്ചാൽ അത് അവർ വന്നെടുത്തോളൂ എന്ന് പറയും. അവർ ആരെയോ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ കടമയല്ല. ശമ്പളം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടാക്സ് ഒക്കെ നമ്മൾ അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. സർക്കാർ ഇത് ബാക്കിയുള്ളവർ വഴി അത് ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന പോലെ ആൾക്കാരുണ്ട്, അത് നമ്മുടെ കടമയെന്ന് അല്ല എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ റൂമിൽ ഇപ്പം 4 പേര് നിൽക്കുകയാണെങ്കിൽ എൻ്റെ മാത്രം കടമയല്ല, അവരുടെയും കൂടെ കടമയാണ്. അവർ ചെയ്തില്ലേ ഞാനും ചെയ്യേണ്ട കാര്യം. ഒരു സ്വാർത്ഥതയും കൂടെ അതിന്റെ ഒരു ചെറിയ സ്വാർത്ഥതയും കൂടെ ഉണ്ട് അല്ലേ? ഈ സ്വാർത്ഥത മാറ്റിക്കഴിഞ്ഞാൽ പൊതുസ്ഥലം കൂടി സർക്കാരിന്റെ മാത്രമല്ല നമ്മുടെ സ്ഥലം കൂടിയാണെന്നുള്ളൊരു ചിന്ത വരും. അത് ഞാൻ അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ നിങ്ങൾ വൃത്തിയാക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പാർട്ട് ചെയ്യും, ഞാൻ ഈ റൂം വൃത്തിയാക്കിയിടും എന്ന് ഒരാൾ നിരൂപിച്ചാൽ ഇദ്ദേഹം എന്തോ പറയുന്നു, അത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ട് മാറുമോ? മറ്റുള്ളവരും അതിൽ നിന്ന് വല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുമോ? എന്തോ പറയുന്നു? സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ ഉത്തരവാദിത്തം വീണ്ടും നമ്മുടെ തലയിലോട്ട് വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ നമ്മൾ അവിടെ മണ്ടന്മാരാകും. അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ കാരണം നമ്മൾ ഒരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്.
മറ്റുള്ളവരെ അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളുന്നെന്ന് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അത് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. ഞാനിത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇത് കോപ്പി ചെയ്യുന്നില്ല, അല്ലെ അവർ അനുകരിക്കുന്നില്ല എങ്കിൽ തന്നെയും ഞാനിത് ചെയ്യും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഞാനിപ്പോൾ പറയാം, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അവരങ്ങനെ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ കുറ്റമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയൊക്കെ തെറ്റ് വരുന്നു എന്ന്. അപ്പം ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്ന് തോന്നി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താ? ഫോണല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം പെന്നും പേപ്പറുമാണ്. പെന്നെന്ന് പറയുന്നത്, ബോൾ പെൻ എന്ന് പറയുന്ന സാധനം എത്രത്തോളം വേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഞാൻ തന്നെ ശരാശരി ഒരു മാസം ഏകദേശം ഞാൻ എല്ലാ നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നൊരു കുട്ടിയാണ്. ഒരു മാസം ഞാൻ ഒരു 10-20 ബോൾ പെന്നെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഈ പേപ്പർ വേസ്റ്റ് ആക്കുകയാണോ അതോ? പേപ്പർ വേസ്റ്റ് ആക്കുകയല്ല, പക്ഷേ മഷി കഴിഞ്ഞ ആ ബോൾ പെന്ന് അത് ഭയങ്കര ഭീകരമായ ഒരു വേസ്റ്റാണ്, പ്ലാസ്റ്റിക് ആണത്. പക്ഷേ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ക് പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഒരാൾ മര്യാദയ്ക്ക് നല്ലൊരു ഇങ്ക് പെൻ വാങ്ങിച്ച് അയാൾ അത് നല്ല വൃത്തിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾക്കൊരു പെന്ന് മതി. എനിക്ക് ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കുറച്ചുകൂടെ വൃത്തിയാകണമെന്ന് വരിൽ മഷിപ്പേനായിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണോ ഇദ്ദേഹം പറയുന്നത്? പറ്റുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന എന്നെ പോലെ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ എല്ലാവർക്കും മഷിപ്പെൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇങ്കായി ഡ്രസ്സിലൊക്കെ ആയി ചെറിയ കുട്ടികളല്ല, എല്ലാവർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ ചെറിയൊരു കാര്യമാണിത്. ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിയിലുള്ള വലിയൊരു ആശയമെന്ന് പറയുന്നത് സമൂഹത്തിൽ കൂടുതൽ മലിനത ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ നിവൃത്തിയുള്ളിടത്തോളം അത് അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് പ്രയോജനപ്രദമായ സാധനങ്ങൾ ഉപയോഗിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും ഇതിനൊരു ശമനം കാണുമെന്നുള്ള ഒരഭിപ്രായം ഇദ്ദേഹം എന്തോ പറയാൻ ശ്രമിക്കാം. ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം ചെയ്താൽ അത് മറ്റുള്ളവർ അതിൽ നിന്നും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ എൻ്റെ സമൂഹത്തിന് വേണ്ടി എനിക്കിത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാം. ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അതാണ് ആദ്യമായിട്ട്. ഇതിനോടുകൂടി ഇദ്ദേഹം എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറയാമോ? നമുക്ക് മറ്റുള്ളവർ ഇത് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പാർട്ട് ചെയ്യും, അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് ഇദ്ദേഹത്തിന് സമ്മതിക്കാൻ നോക്കുമോ? തീർച്ചയായും. കാരണം ഞാൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ബാക്കിയുള്ളവർ ചെയ്യോ ചെയ്യാതിരിക്കോ അത് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ചെയ്താൽ എൻ്റെ പാർട്ട് ഞാൻ ചെയ്താൽ എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഈ സമൂഹത്തിൽ എനിക്ക് ജീവിക്കുമ്പോൾ. സോ ഞാൻ എൻ്റെ പാർട്ട് ക്ലിയറായി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിൽ തല ഉയർത്തി എനിക്ക് കുറ്റം ചെയ്യുന്നവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് തീർച്ചയായും പറ്റും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ മണ്ടനോ മണ്ടിയോ ആയി പോകുന്നില്ല, എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നത് കൊണ്ട്. എൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവർ ചെയ്താലും ചെയ്തില്ലെന്നവർ ഞാൻ ചെയ്യും. അതാണ് സമൂഹമായുള്ള ബന്ധത്തിൽ എൻ്റെ ഒരു കടപ്പാട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, അല്ലേ? വെരി ഗുഡ്. ഇദ്ദേഹം എന്തോ പറയുന്നത്, ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് കുറേ ഡ്യൂട്ടീസും ഉണ്ട്, അതേപോലെ തന്നെ സോഷ്യലായിട്ടുള്ള കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്. അപ്പം ഡ്യൂട്ടീസും കമ്മിറ്റ്മെൻറ്റ്സും വരുമ്പം ഡ്യൂട്ടീസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ് അങ്ങനെ നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നമ്മളെ ബേസായിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാരാണ് നമ്മളെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാര്യങ്ങൾ. അത് പിന്നെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഫാമിലി പഠിപ്പിക്കാനെങ്കിൽ ആളില്ലെന്നാണ് പറഞ്ഞതേ. ഈ പഠിപ്പിക്കാനുള്ളവരൊക്കെ രാവിലെ അങ്ങ് പോകും, പിന്നെ എങ്ങനെയാണ് ഫാമിലിയിൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നേ? അങ്ങനത്തെ കേസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഫോണിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളും വെച്ചിട്ടൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ഇപ്പം നമ്മൾ ഉള്ള ഒരു കാര്യത്തിലേക്ക് എത്തി വരുന്നത്. കൂടുതലും കമ്മിറ്റ്മെന്റ്സ് ഇല്ലാണ്ട് ആ ഒരു ലെവലിലേക്കൊക്കെ എത്തി വരുന്നത്. നിങ്ങൾ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞത്, ഈ വീട്ടിലൊക്കെ ഇപ്പോൾ പഠിപ്പിക്കാൻ ആളുകളില്ല. അപ്പം ഞങ്ങൾ ടെക്നോളജിയൊക്കെ നോക്കിയിട്ട് പുതിയ മാർഗങ്ങളൊക്കെ നോക്കിയിട്ട് അതിനകത്തുനിന്ന് കണ്ടൊക്കെ ഓരോന്ന് പഠിക്കും. അങ്ങനെയാണെന്ന് വരികിൽ വീട്ടിൻ്റെ ഈ ഒരു വാക്വമുണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാനായിട്ട് കോളേജിന് ഒരു സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ ഗുരുക്കന്മാർ. അത് കഴിഞ്ഞാൽ അടുത്ത റോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അധ്യാപകർ തന്നെ, സ്വാധീനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവരുടെ നല്ല മാതൃക. ഇപ്പം നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ മലയാളിയുടെ മനോഭാവത്തിൽ മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. കാരണം വീടുകളിൽ ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആൾ പോലും പുറത്തറിയുമെന്ന് പറഞ്ഞു. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ബീച്ചോ പാർക്കൊക്കെ നോക്കിയാൽ മതി. എത്രയോ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് ആൾക്കാർ.
ദിവസം ഇതുപോലെ എത്രയോ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. അതേസമയം വീടുകളൊക്കെ ഏറ്റവും നീറ്റായിരിക്കും. നമ്മൾ കോഴിക്കോട് തന്നെ നോക്കിയാൽ മതി. എല്ലാ പാർക്കുകളും എല്ലാ റോഡുകളും നോക്കൂ, മുഴുവൻ ചപ്പിയവറാണ്. അത് ആരും ശ്രദ്ധിക്കുന്നില്ല. വേസ്റ്റ് എവിടെയും തട്ടുന്നു, എത്രയോ. അപ്പോൾ ഇതാണ് കാര്യമായിട്ട് മലയാളിക്കൊരു മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. എൻ്റെ വീട് പോലെ തന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ജപ്പാനിൽ പോയ ആൾക്കാർ, സിംഗപ്പൂരിലെ ആൾക്കാരൊക്കെ പറയുന്നു ഒരിക്കൽ പോലും ഒരാൾ പോലും ഒരു ചെറിയ മുട്ടയുടെ പീസ് പോലും വഴിയിലെറിയൂല. ഇൻബിൽറ്റാണ് അവർക്ക്. ഇതെൻ്റെ നാടാണ്, എൻ്റെ നാട് ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും ഞാൻ വൃത്തിയായിട്ട്. അവരുടെ ജപ്പാനെ കുറേ എല്ലാ രാജ്യങ്ങളും മിക്കവാറും ഒരു കുട്ടി പോലും, ഒരു ചെറിയ ആൾ പോലും ഒരിക്കൽ പോലും ഒരു മുട്ടയുടെ വേസ്റ്റ് ചെറിയ പീസ് പോലും വഴിയില്ല. പക്ഷെ നമ്മുടെ മനോഭാവത്തിലാണ് പ്രധാനമായിട്ട് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. ഈ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാൻ ടീച്ചറെ നമുക്ക് എന്തോ ചെയ്യാൻ ഒക്കും? വാക്യൂമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് കോളേജിനൊരു പ്രധാന സ്ഥാനമുണ്ടെന്ന്. അപ്പോൾ ഈ പറയാനുള്ളത്, പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്നു. കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ അമ്മമാരുടെ വയറ്റിൽ നിന്ന് പുറത്ത് വരുന്നത് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഒരു എക്സ്റ്റെൻഡഡ് ഹെൽപ്പ് സ്വീകരിക്കുകയും വേണം, മറ്റുള്ളവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയും വേണം. നമ്മൾ പലപ്പോഴും പറയും ഗോ ഗ്രീൻ. നമ്മൾ ഗോ ഗ്രീൻ എന്ന് പറയും. നമ്മൾ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യും, നമ്മൾ സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്യും, ട്രീസൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകും. കോളേജിൽ തന്നെ കുട്ടികളോട് പറയാനുള്ളത്, ഇവിടെ തന്നെ എത്രയോ ചെടികളുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഓരോ ദിവസവും ഓരോ കുട്ടികളും ഒഴിക്കാം. അത് മറ്റുള്ളവർ കണ്ട് പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്ന അത് നമ്മൾ ബോധർ ചെയ്യേണ്ട. പക്ഷെ നമ്മൾ ചെയ്യുമ്പം അതൊരു റെവല്യൂഷന് ഒരു തുടക്കമായിരിക്കും. എൻ്റെ ക്യാമ്പസിനെ ഗ്രീൻ ക്യാമ്പസ് ആക്കുവാനായിട്ട് ഞാൻ ഒരു ഉത്തരവാദിത്വം എന്നാൽ നിർവഹിക്കപ്പെടണം എന്നാണ് ടീച്ചർ പറയുന്നത്, അല്ലേ? ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുപാട് പ്രതിബദ്ധതയുണ്ടല്ലേ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു സംരക്ഷണം ഏറ്റെടുക്കേണ്ടതും നമ്മുടെ ഒരു കടമയല്ലേ? ശരിക്കും പറയാം. അച്ഛാ, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സേയിങ് ഉണ്ട് ഇംഗ്ലീഷിൽ. The world that we live in today is a loan taken from the next generation. നമ്മൾ നമ്മുടെ അടുത്ത തലമുറയോട് വായ്പായിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ എൻവയറമെൻറ്റും ഈ ലോകവും. ഉടനെ ഇതിനെ അതുപോലെ തന്നെ മടക്കി കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് ഇറ്റ് കുഡ് ബി ഈവൻ ഇപ്പം ഈ കണ്ട കാലത്തിൽ ഇപ്പം എല്ലാം ഡിജിറ്റൽ ഏജ് ആണ്. നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈസസിനെ തന്നെ ഡിസ്കാർഡ് ചെയ്യുന്നത് അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ. എസ്പെഷ്യലി ഈ യങ് ഏജിലൊക്കെ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഗാഡ്ജറ്റ്സ്. ഈ ഗാഡ്ജറ്റ്സ് ഒരു 2 വർഷം കഴിഞ്ഞാൽ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ റെസ്പോൺസിബിളി അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ വന്ന എൻവയറമെൻറ്റും ഈ വന്ന ലോകവും അടുത്ത തലമുറയ്ക്ക് ഞാൻ ഇതുപോലെ അല്ല ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ട് പാസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു മനോഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്തും അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഓരോ ഇൻഡിവിജ്വലിനും ഒക്കും എന്നാണ് ഞാൻ. വരുന്ന തലമുറയോട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യം വന്നാൽ ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഒരുക്കാനായിട്ടുള്ള ഒരു മനോഭാവം എന്നിലുണ്ടാകും എന്നാണ് സാറ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കുക? പറഞ്ഞാട്ടെ. സാറ് പറഞ്ഞ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു വേൾഡാണ്. അപ്പോൾ ആ ഒരു റൈമിൽ തന്നെ കേൾക്കാം ഗ്രീനും ക്ലീനും. ഒരിക്കലും മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യുന്നു, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എല്ലാ പ്രൊജക്ട്സും ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ കൂടിയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഏതൊരു കേസിലാണെങ്കിലും അത് ഏതൊരു ഡിസിഷൻസ് ആണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ ഒത്തിരി ആക്ട്സ് ഉണ്ട്, ഒത്തിരി ലോസ് ഉണ്ട്. പക്ഷേ ഈ ലോസും ആക്ട്സൊന്നും കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒത്തിരി പ്ലാനിങ് ഉണ്ടാവും, അതിൻ്റെ മേലെ ഒത്തിരി ഡിസിഷൻസ്. അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാന ആശയം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സംഗതികളും ആരംഭിക്കും, ഭംഗിയായിട്ട് ആരംഭിക്കും, പക്ഷെ ഒരിക്കലും അത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല.
ഏത് സാധനം നമ്മൾ തുടങ്ങിയാലും ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും ആരംഭത്തെങ്കിൽ നന്നായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് മടിയന്മാരായിട്ട് മാറും. അത് എത്രയും വൃത്തികേടാക്കാം അത്രയും ആക്കാം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു മനോഭാവമോ പരിശീലനമോ നമ്മളിലില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ? ഇദ്ദേഹം അതിനോട് യോജിക്കുന്നുണ്ടോ? എന്തോന്ന് പറയാമോ? ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് ചിന്തിക്കുകയാണെങ്കിലും ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ചിന്തയാണല്ലോ എല്ലാ പ്രവൃത്തിയുടെ ആരംഭം. മനസ്സിൽ നിന്നാണ്. എത്ര പേർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു? ഇനി ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ അത് എത്ര കാലത്തേന് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്? ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം നിലനിൽക്കാൻ കഴിയുന്നുണ്ട് ഒരു കാര്യത്തിന്. ഇപ്പം ഏതൊരു പ്രവൃത്തിയും ചെയ്തു തുടങ്ങി ആദ്യത്തെ ആവേശത്തിന് നമ്മളത് തുടങ്ങുന്നു. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മടുക്കുകയാണ്. അപ്പം തുടങ്ങുന്നത് പോലെയല്ല, എന്ത് പ്രവൃത്തിയും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളെയൊക്കെ ഒരു വഴിക്ക് നിർത്തിക്കൊണ്ട് ഞാൻ എന്തിനെ പ്രതി ഇത് ചെയ്യുന്നു? തുടക്കത്തിൽ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. മറ്റുള്ളവരുടെ പ്രോത്സാഹനം കിട്ടുന്ന സമയത്തും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്, സന്തോഷം തരുന്നുണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് അഭിപ്രായം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും? ഞാൻ ഒരു ക്രിസ്ത്യൻ സ്റ്റുഡൻ്റാണ്. അപ്പം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രകൃതിയെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും ഇതിനെയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കൗണ്ടറുകളും നമ്മൾക്കെതിരെ വരുമ്പോഴും ഇതിനെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് അതിൽ ഡൗൺ ആയി പോകാതെ, ഡിസപ്പോയിൻറ്റഡ് ആയി പോകാതെ വീണ്ടും അതിനെ അതിജീവിച്ച് വരാൻ നമ്മുടെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായിട്ട് ഒന്ന് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചെറിയ വിമർശനം നടത്തുകയോ ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ഡെസ്പായി പോകുമെന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രകൃതി മലയാളികൾക്കുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? മലയാളികൾക്കെന്നല്ലത് ഏത് മനുഷ്യനും ഉണ്ടാകാം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്ത് പ്രത്യേകത വല്ലതും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് മാത്രമേ കുഴപ്പമില്ല. അതൊരു പക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടും നമ്മുടെ സമൂഹത്തെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടും നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായി തോന്നുന്നതാവാം. മനുഷ്യ സമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരിക്കാം. അപ്പം ഞാൻ കരുതുക ബൈബിൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, ഈ ചെറിയവരിലൊരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. ഇപ്പം ഗാന്ധിജി അങ്ങനെ പലരെയും പറയുന്നത് പോലെ അതിനൊക്കെ ഉപരി ക്രിസ്തു എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വ്യക്തിത്വമാണ്. ആ ഒരു സ്വഭാവത്തിൽ വളരാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എത്രത്തോളം എനിക്കത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. പിന്നെ മാത്രമല്ല, ഒരു ജീസ്യൂത്തായിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ജീസ്യൂത്ത് മൂവ്മെൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും ഇല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന യാതൊരു പ്രതിഫലവും ഇല്ലാതെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനോഭാവം എന്നിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് എൻ്റെ കുടുംബവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ റിലീജിയനുമൊക്കെ ഒരു പരിധിവരെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ? വളരെ നല്ല കാര്യങ്ങൾ. ഇപ്പം പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് വളരാനായിട്ടൊക്കത്തുള്ളൂ. അതുകൊണ്ട് പലയിടത്തു നിന്നുള്ള ഹെൽപ്പുകൾ, പലയിടത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, പലരുടെയും ആലോചനകൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എങ്ങനെ നിർവഹിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടു, നമ്മളോട് തന്നെയുള്ള പ്രതിബദ്ധത നിർവഹിക്കണം. ഞാൻ എന്നോട് തന്നെ ഉത്തരവാദിത്വമുള്ളവനാകണം. അങ്ങനെയെങ്കിലേ എനിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ളവനാകാൻ സാധിക്കത്തുള്ളൂ. തുടർന്ന് നമ്മൾ കണ്ടു, നമ്മുടെ ഭവനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതിൻ്റെ ഒരു പഠനം ആരംഭിക്കേണ്ടത്. അപ്പോൾ ഭവനം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഭവനത്തിൽ മാതാപിതാക്കളുമായി നന്നായിട്ട് റിലേറ്റ് ചെയ്യുക, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടാക്കുക. ഈ ബന്ധമാണ് സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അടിത്തറ പാകുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വസിക്കുന്ന ഈ സമൂഹം, ഞങ്ങളുടെ സൊസൈറ്റി, ഞങ്ങളുടെ പ്രകൃതി, ഇതിനോട് ഞങ്ങൾക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നത് അതിൻ്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഒരു കടമയാണ്. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ പഠിക്കുന്ന രംഗങ്ങൾ, ഞങ്ങളുടെ കോളേജുകൾ, ഞങ്ങൾ ചെന്ന് ഇടപെടുവാൻ പോകുന്ന സമൂഹങ്ങൾ, അവിടെയൊക്കെ ഈ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുവാൻ അതിനെ എങ്ങനെ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഞാൻ ചെയ്യും എന്നൊരു വലിയ കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങളിവിടെ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോട് ഇദ്ദേഹം അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്നോടും എൻ്റെ കുടുംബത്തോടും
ഞാൻ ജീവിക്കുന്ന സമൂഹത്തോടും ഉള്ള പ്രതിബദ്ധത നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. വളരെ നല്ല ഉത്തരം. അതായത് ഞാൻ മറ്റുള്ളവർ ചെയ്താലും ചെയ്തില്ലെന്ന് വരികിലും എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ തിരിച്ചറിയും. ഞാൻ എന്നെക്കുറിച്ച് വിലയുള്ളവനാകും. ഞാൻ എന്നെക്കുറിച്ച് വിലയുള്ളവനാകുമ്പോൾ എൻ്റെ സമൂഹത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഉത്തരവാദിത്വം എൻ്റെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ കടമ നിർവഹിപ്പാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് പറഞ്ഞത് അല്ലേ? വളരെ നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിനെ തുടർന്ന് മറ്റു പല കാര്യങ്ങളും കൂടിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. വൈറ്റ് ടിപ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ. ഫിസിക്കലി ഫുള്ളി ഏബിൾഡ് ആയിട്ടൊരു വ്യക്തിക്കും അയാളിലും ഒരു ബലഹീനതയുണ്ട്. പുറത്തേക്ക് കാണുന്നതല്ലെങ്കിലും ഒരു ബലഹീനത അയാളുടെ അകത്തുമുണ്ട്. ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയെ വീടിൻ്റെ അകത്തെ മുറിയിലോട്ട് മാറ്റി നിർത്തി പുറത്ത് കൊണ്ടുവരാതിരിക്കുകയും അങ്ങനത്തെ ഒരു കംപ്ലീറ്റ്ലി ഡിസ്കാർഡ് പലയിടത്തും ഓരോ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ സ്റ്റുഡൻറ്റും ശരിക്കും നമുക്കൊരു പുസ്തകം പോലെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഈ സീനിയർ സിറ്റിസൺസിൻ്റെ ഇന്നത്തെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞങ്ങളെ ആർക്കും വേണ്ട ജീവിതത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്കില്ല. വാസ്തവം ഇത് വലിയൊരു പുസ്തകം വായിക്കുന്നതിനേക്കാളും ഇഫക്റ്റീവ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ സഹായം ആവശ്യമാണ്. ഇന്ന് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ അവരുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്. ഇന്ന് അവർക്ക് പ്രായമാവുമ്പോൾ നേരെ തിരിച്ചാവുകയാണ് കാര്യങ്ങൾ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.